നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് നഷ്ടമാകും. തന്നെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം പാഴായാലും ഈ കത്ത് താൻ വായിച്ചുചിതമായ തീരുമാനമെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്നേഹത്തോടെ അഭ്യുദയകാംക്ഷി. കല്യാണം കഴിഞ്ഞ ഉടൻ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഏയ് ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ നീ എന്നെ വിട്ടിട്ട് പോകേണ്ട സാഹചര്യം വന്നാലും കാര്യങ്ങൾ നടക്കട്ടെ. അയ്യോ സാർ, ഹേയ് അങ്ങനെ നോക്കുമ്പോ രാജു ഇല്ലാത്തതാ നല്ലത്. ഒരു ടെസ്റ്റ് ഡോസ് ആവുമല്ലോ. ശ്രീലക്ഷ്മി വന്നേ. മോളെ ഹരീഷ് ചെല്ലു. എന്നാ ഞങ്ങള് തൊഴുതിട്ട് വരാം സാറേ. ഓ മോളെ ആ രാജു, തിരക്കൊന്നും കൂട്ടണ്ട. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് വന്നാൽ മതി. സാർ യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ഏട്ടനും ചേച്ചിയും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. അവര് ഉടനെ എത്തും. അകത്തോട്ടിരിക്കും. യാമിനി, പ്രതാപനും അംബികയും മക്കളും ഒക്കെ അമ്പലത്തിൽ പോയിന്ന് പറഞ്ഞു. യാമിനി പോയില്ലേ? എല്ലാരും കൂടെ പോയാൽ എങ്ങനെയാ ചേച്ചി? ഇവിടെ ആരെങ്കിലും വേണ്ടേ? സിയും വരുമോ? വരുമായിരിക്കും. അടുപ്പുള്ള കുറച്ചുപേരെ വിളിച്ചിട്ടുണ്ടെന്ന് പ്രതാപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം റിസപ്ഷൻ ഹാളിലേ വരൂ. മോളെ വാ. ആ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സാർ. ആ നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ദീപകെ നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, ചേച്ചി ഒരു കാര്യം പറയാൻ മറന്നു. എന്താ പോ? നേരത്തെ ചേച്ചിക്കൊരു കത്ത് വന്നിരുന്നു. ഞാനത് കൊണ്ടുവന്നപ്പോ ചേച്ചി കുളിക്കായിരുന്നു. ഞാനത് അലമാരയിൽ വെച്ചിട്ടുണ്ട്. ചേച്ചി, ചേച്ചിക്ക് കല്യാണത്തിന് സമ്മതമായിരുന്നു. എനിക്ക് വിഷമമുണ്ട് ചേച്ചി. ദീപക്കേട്ടനും ചേച്ചി തമ്മില് ഒരു ചർച്ചയില്ല. പിന്നെ ദീപക്കേട്ടൻ അത്ര നല്ല ആളൊന്നും അല്ല ചേച്ചി. നീ പോ അപ്പു, ഞാൻ വന്നേക്കാം. ശരി ചേച്ചി. പ്രിയപ്പെട്ട ഋതികയ്ക്ക്, ഇതുവരെ പിറന്നാൾ ദിവസങ്ങളിൽ മാത്രം തനിക്ക് വരാറുള്ള കത്ത് ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്നത് എന്തിനാണെന്നാവും താനിപ്പോ ചിന്തിക്കുന്നത്. ഒരുപാട് ആലോചിച്ചതിന് ശേഷമാ ഞാൻ ഈ കത്ത് തനിക്ക് എഴുതുന്നത്. ഒരു തുറന്നു പറച്ചിലിനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴെങ്കിലും ഞാൻ തന്നെ ചിലതൊക്കെ അറിയിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാകും. അംബികയുടെ മകൻ ദീപക്കുമായി തന്റെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആ വിവാഹം ഒരിക്കലും
തന്റെ പൂർണ്ണമായ സമ്മതത്തോടെ ആയിരിക്കില്ല നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് അംബികയെ നന്നായി അറിയാം. അംബികയുടെ മകനും അംബികയെ പോലെ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോകേണ്ട എന്റെ ജീവിതം തകർത്തെറിഞ്ഞത് അംബികയാ. എല്ലാം എന്ന് ഞാൻ കരുതിയതെല്ലാം എന്നിൽ നിന്ന് അകലെയാക്കിയത് അംബികയാ. ഒരുപാട് അകലെ നിന്ന് തനിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാറുള്ള തനിക്കറിയാത്ത ഒരാളുടെ വാക്കുകൾ താൻ വിലക്കെടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒന്നേ തന്നോട് പറയാനുള്ളൂ, തനിക്ക് കഴിയുമെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. മറ്റെന്തെങ്കിലും വാശിയിലോ ആരെയെങ്കിലും ഭയന്നോ ആണ് താൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയെങ്കില് ഒന്നുകൂടി ആലോചിക്കുക. ജീവിതമാണ്, അതൊന്നേയുള്ളൂ. ചില തീരുമാനങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാകുമ്പോഴേക്കും പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് നഷ്ടമാകും. തന്നെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം പാഴായാലും ഈ കത്ത് താൻ വായിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്നേഹത്തോടെ, അഭ്യുദയകാംക്ഷി. അല്ല വേണോട്ടാ, പുതുപ്പെണ്ണ അവിടെ? രാധമേം കണ്ടില്ല. അവരൊക്കെ കൂടി അമ്പലത്തിൽ പോയിരിക്കുക. ഓ, അപ്പൊ രാജു? അവർക്കൊപ്പം രാജുവും പോയിട്ടുണ്ട്. ഓ, അങ്ങോട്ടിരിക്കേ. വാ. ആ മോളെ, അച്ഛനും അമ്മയും വന്നില്ലേ? അമ്മയുടെ വകയിലെ ഒരു റിലേറ്റീവിന്റെ കല്യാണോ. അച്ഛനും അമ്മ എങ്ങോട്ട് പോയിരിക്ക. അവര് വൈകിട്ട് ഇങ്ങോട്ട് വരും. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നില്ലെങ്കിൽ അത് മോശമല്ലേ, അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് നന്നായി. അതാ മോളങ്ങോട്ടിരിക്കേ. ചെറുക്കൻ വീട്ടുകാര് വന്നത് 10:30. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ അത്ര താമസോ? അതിനൊക്കെ ഓരോ സമയമുണ്ട് മോള്. പയ്യനെ സ്വീകരിക്കുന്ന സമയം 10:30. അങ്ങോട്ടിരിക്കേ. അതെ, കിഴക്കതിൽ അവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ടില്ല, അങ്ങോട്ടില്ല. ഹൃതിയോടെ ചേച്ചി മുറിയിലുണ്ട് വല്യച്ച. മുഹൂർത്തം അടുത്തില്ലേ? അവൾ എന്താ റൂമിൽ ചെയ്തോണ്ടിരിക്കുന്നത്? ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടോ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം ബ്രദർ. ചേച്ചി ഇവിടെ നിൽക്ക, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. തിരുമേനി, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? മോളെ ഋതു, മോളെ. അമ്പലത്തില് വർമ്മ സാറ് ഋതികമ്മയുടെ ഉണ്ടായിരുന്നു. ഓ, പറയും പോലെ ഋതിക മാഡത്തിന്റെ കല്യാണം എന്നാണല്ലോ. നിനക്ക് അവിടെ തല കാണിക്കട്ടെ. വർമ്മ സാറിനോട് ഇന്നലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഒരുക്കേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിന്റെ ഒരു ഗതികേട്. ഏതോ നല്ല കുടുംബത്തിൽ ചെന്ന് കയറേണ്ട കുട്ടിയാ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ ഞാൻ മാഡത്തോട് പലവട്ടം പറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.